കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിലൂടെ ലോകമൊന്നാകെ ഗിബ്ലി സ്റ്റൈൽ ട്രെൻഡിന് പിന്നാലെയാണ്. ഈ ദിവസങ്ങളിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ഫോട്ടോയെങ്കിലും ഗിബ്ലി സ്റ്റൈലിലേക്ക് മാറ്റാത്തവർ ചുരുക്കമായിരിക്കും. ഓപ്പൺ എഐയുടെ ഏറ്റവും പുതിയ ഇമേജ് ജനറേഷൻ അപ്ഡേറ്റ് ആയ ഗിബ്ലി സ്റ്റൈൽ ഇന്റർനെറ്റ് ലോകത്തെ ഒന്നാകെ വലിയ ആവേശത്തിലാക്കിയെന്നതാണ് സത്യം. മമ്മൂട്ടിയുടെ പുത്തൻ ചിത്രമായ ബസൂക്കയടക്കം ട്രെൻഡിനൊപ്പം കുതിക്കുകയാണ്. പുതിയ സിനിമകൾ മാത്രമല്ല, അറിയപ്പെടുന്ന സെലിബ്രിറ്റികൾ, മൾട്ടിനാഷണൽ കമ്പനികൾ, അങ്ങനെ എല്ലാവരും ഈ ട്രെൻഡിന് പിന്നാലെയാണ്. നരേന്ദ്രമോദിയും ട്രംപും സച്ചിനും മെസ്സിയും എന്ന് വേണ്ട എല്ലാവരുടെയും ട്രെൻഡിനൊത്ത ചിത്രങ്ങളും വൈറലാണ്. ഉപയോക്താക്കൾക്ക് അവരുടെ ചിത്രങ്ങളെ അതിശയിപ്പിക്കുന്ന സ്റ്റുഡിയോ ഗിബ്ലി സ്റ്റൈൽ പോർട്രേറ്റുകളാക്കി മാറ്റാനുള്ള അവസരമാണ് ഇതിലൂടെ ലഭിച്ചത്. സംഭവം പ്രായഭേദമന്യേ ട്രെൻഡായെങ്കിലും ഗിബ്ലി നിർമ്മാതാക്കൾക്ക് കാര്യങ്ങൾ അത്ര സുഖകരമല്ല. ഉപയോക്താക്കൾ അവരുടെ AI സൃഷ്ടികൾ, സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഒന്നിച്ചുള്ള ഫോട്ടോകൾ അല്ലെങ്കിൽ സിനിമാ കഥാപാത്രങ്ങൾ എന്നിവയെല്ലാം ഗിബ്ലി സ്റ്റൈൽ പോർട്രേറ്റുകളാക്കി വ്യാപകമായി സാമൂഹിക മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചതോടെ ഓപ്പൺ AI CEO സാം ആൾട്ട്മാന് പോലും അതിൽ ഇടപെടേണ്ടി വന്നു. തന്റെ ടീമിന് വിശ്രമം ആവശ്യമാണെന്നും ഉപയോക്താക്കളോട് അല്പം സാവധാനത്തിൽ കാര്യങ്ങൾ ചെയ്യാനും തന്റെ ടീമിനെ ഉറങ്ങാൻ അനുവദിക്കണം എന്നൊക്കെ ആയിരുന്നു ഈ ഒരു അഭ്യർത്ഥന. അദ്ദേഹത്തിന്റെ അഭ്യർത്ഥനയായി സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന കാര്യം. സത്യത്തിൽ എന്താണ് ഈ ഗിബ്ലി അനിമേഷൻ? എങ്ങനെയാണ് ഇതിപ്പോൾ ഇത്ര ട്രെൻഡ് ആയത്? നമുക്കൊന്ന് നോക്കാം. ടോക്കിയോയിലെ കൊഗാന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജാപ്പനീസ് ആനിമേഷൻ സ്റ്റുഡിയോയാണ് സ്റ്റുഡിയോ ഗിബ്ലി. 1985 അനിമേറ്റർമാരും സംവിധായകരുമായ മിയാസാക്കി ഹയോവ, തകഹാറ്റ ഇസാവോ, നിർമ്മാതാവ് സുസുക്കി തോഷിയോ എന്നിവർ ചേർന്നാണ് ഈ സ്റ്റുഡിയോ സ്ഥാപിച്ചത്. കൈകൊണ്ട് വരച്ചുണ്ടാക്കുന്ന ഉയർന്ന നിലവാരമുള്ള ആനിമേറ്റഡ് ഫീച്ചർ ഫിലിമുകളിലൂടെ ലോകമെങ്ങും പ്രശസ്തമാണ് ഇവരുടെ ഈ കമ്പനി. ഇവരുടെ അനിമേഷൻ ശൈലി തന്നെ തികച്ചും വ്യത്യസ്തമാണ്. ഇളം നിറങ്ങൾ, ലളിതമായ കഥാപാത്ര രൂപകൽപ്പന, അതുപോലെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പശ്ചാത്തലം, ഒരു സ്വപ്നം പോലെയൊക്കെ തോന്നിക്കുന്ന ഒരു മാജിക്കൽ ടച്ച്, അങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നതാണ് ഇവരുടെ കലാസൃഷ്ടികൾ. പോന്യോ, മൈ നെയ്ബർ ടോട്ടോറോ, സ്പിരിറ്റഡ് എവേ, ഹൗൾഡ് മൂവിംഗ് കാസിൽ, പ്രിൻസസ് മൂണുക്കെ, കിക്കി ഡെലിവറി സർവീസ് തുടങ്ങിയ സിനിമകൾക്കെല്ലാം പിന്നിൽ ഗിബ്ലിയാണ്. മിയാസാക്കിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘം ആളുകളുടെ വലിയ അധ്വാനമാണ് ഈ കലാസൃഷ്ടികൾക്കെല്ലാം പിന്നിൽ. ദ വിൻഡ് റൈസസ് എന്ന സിനിമയുടെ ഓരോ ഫ്രെയിമും കൈകൊണ്ട് വരച്ച് നിറങ്ങൾ നൽകി പൂർത്തിയാക്കിയതാണ്. ഈ സിനിമയിലെ തിരക്കേറിയ വിപണി ചിത്രീകരിക്കുന്ന ഒരു രംഗം പൂർത്തിയാക്കാൻ ഏകദേശം 1 വർഷത്തിലധികം സമയമെടുത്തുവെന്നാണ് ഈ നിർമ്മാതാക്കൾ പറയുന്നത്. കഴിഞ്ഞ വർഷം ഏഷ്യയുടെ നൊബേൽ എന്നറിയപ്പെടുന്ന റാമോൺ മാക്സെ അവാർഡ് മിയാസാക്കിക്ക് ലഭിച്ചിരുന്നു. രൂപഭാവങ്ങളിലെ ഭംഗിയേക്കാളും കൂടുതലാണ് ഗിബ്ലി അനിമേഷനിലെ ഗൃഹാതുരത്വം, അതുപോലെ അതിലെ അത്ഭുതം, പ്രകൃതിയുമായും ആളുകളുമായുമുള്ള ശക്തമായ ബന്ധം തുടങ്ങിയവയെല്ലാം. അതുകൊണ്ട് തന്നെ ഏത് പ്രായക്കാർക്കും ഇതിനോടൊരു പ്രത്യേക ഇഷ്ടമൊക്കെ തോന്നും. ഇപ്പോഴത്തെ മിക്ക സിനിമകളിലും നമ്മൾ കാണുന്ന സ്ലീക്ക് ഹൈടെക് അനിമേഷൻ ശൈലികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഈ ശൈലി. യഥാർത്ഥ ഗിബ്ലി ചിത്രങ്ങൾ കൈകൊണ്ട് വരച്ചതായതിനാൽ അത് ആവർത്തിക്കാനും പ്രയാസമാണ്. എന്നാൽ ഈ ട്രെൻഡ് ഇപ്പോൾ എവിടെ, എങ്ങനെ ആരംഭിച്ചുവെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? സിയാറ്റിൽ ആസ്ഥാനമായുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ഗ്രാൻഡ് സ്ലാട്ടനാണ് ഈ ട്രെൻഡിനെ ഇപ്പോൾ ഇത്രമാത്രം ജനപ്രിയമാക്കിയതിന് പിന്നിലെ ബുദ്ധി. ഓപ്പൺ AI അതിന്റെ ഇമേജ് ജനറേറ്റർ അവതരിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ സ്ലാട്ടൺ തന്റെ ഭാര്യയെയും വളർത്തുനായയും ഉൾപ്പെടെയുള്ള കുടുംബത്തോടൊപ്പമുള്ള ഒരു ചിത്രം, ഗിബ്ലി സ്റ്റൈൽ ചിത്രം എക്സിൽ പങ്കിട്ടു. കൂടാതെ സ്റ്റുഡിയോ ഗിബ്ലി പരീക്ഷിച്ചു നോക്കുവാനുള്ള ഒരു ആഹ്വാനവും അങ്ങ് നടത്തി. താമസിയാതെ സ്ലാട്ടന്റെ പോസ്റ്റ് ഇന്റർനെറ്റിൽ ഒരു ചർച്ചാ വിഷയമായി. ബിസിനസ് ഇൻസൈഡർ ലേഖനത്തിൽ പോലും ഇതിടം നേടി. ദശലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ പോസ്റ്റ് കണ്ടു, അത് ഷെയർ ചെയ്തു. എന്നാൽ ഇപ്പോൾ ഗിബ്ലിയുടെ ആനിമേറ്റഡ് ലോകത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ആനിമേഷൻ സ്റ്റൈൽ പോർട്രേറ്റുകൾ എളുപ്പത്തിൽ ഉണ്ടാക്കാനാവുന്ന ഫീച്ചർ ChatGPT അടക്കം കൊണ്ടുവന്നതോടെയാണ് ഗിബ്ലി സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായത്. ഉപയോക്താക്കളുടെ ഫോട്ടോയെ വിവിധ തീമുകളിലുള്ള AI ചിത്രങ്ങളാക്കി മാറ്റാനാവുന്ന ഈ ടെക്നിക് ChatGPT 4ന്റെ പുതിയ അപ്ഡേറ്റിലാണ് കൊണ്ടുവന്നത്. സെൽഫികൾ, കുടുംബ ഫോട്ടോകൾ, വൈറൽ ചിത്രങ്ങൾ തുടങ്ങി എന്തും ഒരു ക്ലിക്കിലൂടെ ഗിബ്ലി മോഡൽ മാസ്റ്റർ പീസുകളാക്കി മാറ്റാനായതോടെ ആളുകളും ഇത് ഏറ്റെടുത്തു. ഈ ഐക്കോണിക് അനിമേഷൻ ശൈലിയുടെ പ്രത്യേകമായ രൂപവും ഭാവവും തങ്ങളുടെ ചിത്രത്തിലേക്ക് എത്തുന്നതായിരുന്നു പലരെയും ഇതിലേക്ക് ആകർഷിച്ചത്. ഇത്തരത്തിൽ ChatGPT ഉപയോഗിക്കാൻ ആദ്യം ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ച് ആദ്യം ഓപ്പൺ AI അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. പെയ്ഡ് മോഡിനെ അപേക്ഷിച്ച് ചില പരിമിതികൾ ഉണ്ടെങ്കിലും ഫ്രീ ChatGPT അക്കൗണ്ട് ആയാലും പ്രശ്നമില്ല. ChatGPT വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുകയോ
പുതിയ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുകയോ ചെയ്താൽ ChatGPT ഇന്റർഫേസ് തെളിഞ്ഞു വരും. ഇതിൽ ലളിതമായ ടെക്സ്റ്റ് പ്രോംപ്റ്റുകൾക്കൊപ്പം സ്റ്റുഡിയോ ഗിബ്ലി എന്നുകൂടി നൽകിയാൽ AI ശൈലിയിലുള്ള ചിത്രങ്ങൾ ആർക്കും സൃഷ്ടിക്കാം. അതും വെറും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ. അതായത് ഒരു കോംപ്ലിക്കേഷനും ഇല്ല. ഫ്രീ ആയി തന്നെ നിങ്ങളുടെ ചിത്രങ്ങൾ ട്രെൻഡിനൊത്ത ഗിബ്ലി ഇമേജുകളാക്കി മാറ്റാം. നിലവിൽ ആവശ്യക്കാർ കൂടിയതോടെ ചിത്രങ്ങൾ ഉണ്ടാക്കാൻ ചില നിയന്ത്രണങ്ങളും ഓപ്പൺ AI കൊണ്ടുവന്നിട്ടുണ്ട്. സൗജന്യമായി ഉപയോഗിക്കുന്നവർക്ക് ഇപ്പോൾ പ്രതിദിനം 3 ചിത്രങ്ങൾ മാത്രമേ ജനറേറ്റ് ചെയ്യാൻ സാധിക്കൂ. എന്നാൽ ChatGPT Plus Pro, ടീം സെലക്ട് ഉപയോക്താക്കൾ ഉൾപ്പെടെയുള്ള പണമടച്ചുള്ള സബ്സ്ക്രൈബർമാർക്ക് ഈ നിയന്ത്രണമില്ല. അനിമേഷൻ ആരാധകർക്കോ കലാകാരന്മാർക്കോ മാത്രമല്ല, ChatGPTയിൽ ആവശ്യം പറഞ്ഞാൽ ആർക്കും തങ്ങളുടെ അനിമേഷൻ കയ്യിൽ കിട്ടുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. കലാപരമായ കഴിവുകളോ ഇതിനായി പഠിക്കുകയോ ഒന്നും വേണ്ട. തങ്ങളുടെ ഫോട്ടോ അങ്ങോട്ട് കൊടുക്കുന്നു, മേക്ക് ഗിബ്ലി ആർട്ട് എന്ന് കമാൻഡ് കൊടുക്കുന്നു, സെക്കൻഡുകൾക്കുള്ളിൽ സാധനം റെഡി. ഇത് തന്നെയാണ് ഈ ട്രെൻഡ് വൈറലാകാനുള്ള പ്രധാന കാരണവും. നമ്മുടെ സ്വന്തം ചിത്രങ്ങൾ അനിമേഷൻ രൂപത്തിൽ കാണാനുള്ള ഒരു ആഗ്രഹമാണ് ഈ ട്രെൻഡിന് പിന്നിലെ പ്രധാനപ്പെട്ട ഒരു സൈക്കോളജിക്കൽ റീസൺ. സാമൂഹിക മാധ്യമങ്ങളിൽ ഓരോരുത്തരായി ചെയ്തപ്പോൾ ഞാനായി കുറയ്ക്കേണ്ട എന്ന് കരുതി ട്രെൻഡിന് പിന്നാലെ പോയവരുമുണ്ട്. ഇതിനിടെ ട്രെൻഡിനെ മാർക്കറ്റിംഗ് തന്ത്രമായും പല കമ്പനികളും ഉപയോഗിച്ചു കഴിഞ്ഞു. സൊമാറ്റോ, സ്വിഗ്ഗി പോലുള്ള കമ്പനികൾ അവരുടെ ബ്രാൻഡ് ഫോട്ടോകളെ ഗിബ്ലി സ്റ്റൈൽ ചിത്രങ്ങളാക്കി മാറ്റി. സൊമാറ്റോയുടെ ChatGPT കുക്ക്ഡ് പോലുള്ള അടിക്കുറിപ്പുകളും വൻ ഹിറ്റായി മാറി. വെറുമൊരു ഫോട്ടോ പ്രദർശനമല്ല, സത്യത്തിൽ ട്രെൻഡിന്റെ ഭാഗമായി ഓഡിയൻസുമായി അല്ലെങ്കിൽ തങ്ങളുടെ ഉപയോക്താക്കളുമായി കൂടുതൽ കണക്ട് ആകാനുള്ള അവസരമായാണ് കോർപ്പറേറ്റ് കമ്പനികൾ ഇതിനെ കാണുന്നത്. എന്നാൽ സ്റ്റുഡിയോ ഗിബ്ലി സ്റ്റൈലിലുള്ള ചിത്രങ്ങൾ നിർമ്മിക്കാനുള്ള ഫീച്ചർ അവതരിപ്പിച്ചതിന് പിന്നാലെ ഓപ്പൺ AIയുടെ സെർവറുകളിലെ പ്രവർത്തനം മന്ദഗതിയിലായി. പലർക്കും ചിത്രങ്ങൾ ജനറേറ്റ് ചെയ്യാനാകാത്ത സ്ഥിതിയായി. ഒടുക്കം തങ്ങളുടെ ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ ഉരുകുകയാണെന്ന് അറിയിച്ച സാം ആൾട്ട്മാൻ ചില റേറ്റ് ലിമിറ്റുകളും കൊണ്ടുവന്നു. സൗജന്യ ഉപഭോക്താക്കൾക്ക് ദിവസേന 3 ചിത്രങ്ങൾ എന്ന രീതിയിൽ ഫീച്ചർ ഉപയോഗിക്കാമെന്നാക്കി. എന്നാൽ ഇപ്പോഴും ഈ ട്രെൻഡിനോടുള്ള പ്രിയം അവസാനിച്ചിട്ടില്ല. ഒടുവിൽ ഭ്രാന്തമായി ഇങ്ങനെ ഇമേജുകൾ ജനറേറ്റ് ചെയ്യാതെ ശാന്തരാകണമെന്നും തന്റെ ടീം അംഗങ്ങൾക്ക് ഉറക്കം വേണമെന്നും വരെ ആൾട്ട്മാന് പോസ്റ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷേ ഗിബ്ലി സ്റ്റൈൽ വൈറലാകുമ്പോൾ തന്നെ ഈ ട്രെൻഡിനെതിരെ വിമർശനങ്ങളും ഉയരുന്നുണ്ട്. നിർമ്മിത ബുദ്ധി കലയുടെ അന്തസ് ഏറ്റെടുക്കുന്നു. സ്റ്റുഡിയോ ഗിബ്ലിയുടെ സ്ഥാപകനായ ഹയാവോ മിയാസാക്കിയുടെ കലാപരമായ തത്വചിന്തയ്ക്ക് വില നൽകുന്നില്ല എന്നൊക്കെയാണ് പ്രധാന ആരോപണങ്ങൾ. മിയാസാക്കിയുടെ പഴയ ഒരു വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട്. അതായത് AI വേർഷൻ കലാകാരനെ അപമാനിക്കുന്നതാണെന്ന വിമർശനം ആണ് ഇതിനോടൊപ്പം ഉയരുന്നത്. മനുഷ്യന്റെ യഥാർത്ഥ വികാരങ്ങൾ AI മനസ്സിലാക്കുന്നില്ല എന്നും അത് ജീവിതത്തിന് തന്നെ അപമാനം ആണെന്നുമായിരുന്നു മിയാസാക്കിയുടെ വീഡിയോയിലെ വാക്കുകൾ. മറ്റൊരു പ്രധാന ആരോപണം ChatGPT പോലുള്ള പ്ലാറ്റ്ഫോമുകൾ സ്റ്റുഡിയോ ഗിബ്ലിയുടെ കോപ്പിറൈറ്റ് അവകാശങ്ങൾ ലംഘിക്കുന്നു എന്നതാണ്. ഒരുപക്ഷെ ഈ ട്രെൻഡിന് പിന്നാലെ പോയവർക്കും ഇത്തരത്തിൽ പണി കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ചില ടെക് വിദഗ്ധരും അഭിപ്രായപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.